നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകൾ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായ മലയാളി ആരാണ്? PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പുതിയ അധ്യക്ഷനായ മലയാളിയാണ് KC വേണുഗോപാൽ. അടുത്ത ചോദ്യം: കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെ പുതിയ കമ്മീഷണറായി ചുമതലയേൽക്കുന്നത് ഡോക്ടർ PT ബാബുരാജ് ആണ്. ഡോക്ടർ PT ബാബുരാജ് കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെ പുതിയ കമ്മീഷണർ ആരാണ്? ഡോക്ടർ PT ബാബുരാജ്. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ്? പ്രധാനപ്പെട്ട ചോദ്യം. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം. അടുത്തിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 9 കുറയ്ക്കുന്നതിന് ബില്ലിൽ ശുപാർശ ചെയ്ത രാജ്യം ഏതാണ്? ഇറാനാണ്. ഇറാൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്നും 9 കുറയ്ക്കുന്നതിന് ബില്ലിൽ ശുപാർശ ചെയ്ത രാജ്യമാണ് ഇറാൻ. അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾക്കും ജീവികൾക്കുമുള്ള ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സസ്യം ഏതാണ്? ചുവന്ന പട്ടിക എന്നാൽ റെഡ് ലിസ്റ്റ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടന തയ്യാറാക്കുന്ന പട്ടികയാണ് ചുവന്ന പട്ടിക. അപ്പോൾ അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കും സസ്യങ്ങൾക്കും വേണ്ടിയുള്ള ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ സസ്യമാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം PSC ചോദിച്ചിട്ടുണ്ട്. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെട്ട ഇടുക്കിയിലെ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും നീലഗിരി കുന്നുകളിലും പൂവിടുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. ഈ ചുവന്ന പട്ടിക എന്നത് ഭൂമിയിലെ വംശനാശം സംഭവിച്ചതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യങ്ങളെയും ജന്തുക്കളെയും ഉൾക്കൊള്ളുന്ന പട്ടികയാണ് ചുവന്ന പട്ടിക. ഇന്ത്യ തയ്യാറാക്കുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024 വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പ് എടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നൊരു ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കോഴ്സിലാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ഫുൾ, അതായത് 2024 നടക്കാനിരിക്കുന്ന ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന പ്രിലിംസും 2025 നടക്കാനിരിക്കുന്ന മെയിൻസും കൂടി ഉൾപ്പെടെ നിങ്ങൾ ആ ഒരു ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ തന്നെ ബാക്കി പോസ്റ്റുകളെല്ലാം കവറായി പോകും. സ്റ്റോർ കീപ്പർ, അതുപോലെ പിയൂൺ മുതലായ പോസ്റ്റുകളെല്ലാം അതിനകത്ത് തന്നെ കവറായി പോകും. ഇനി 2025 പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 10th പ്രിലിംസ് 2025 എന്ന പേരിൽ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാച്ച് കോഴ്സിനും നിങ്ങൾക്ക് പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്രിലിംസിന് സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. പ്രിലിംസിന് പഠിക്കേണ്ട പോർഷൻസ് എല്ലാം ആ ഫോൾഡറിനകത്ത് നോക്കി പഠിച്ചാൽ മതി. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ ഉണ്ട്. അതിന് ഇതുപോലെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ, Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും കൂടി ഫുൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ്, എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഷുവർ ഷോർട്ട് ആൻഡ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരു സുവർണ അവസരമാണ്. ഇപ്പോഴാകുമ്പം ഫീസിന് 1 ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. ഡിസംബർ മാസം പ്രിലിംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. 2നുള്ള ക്ലാസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കുമേ.
ഓക്കെ, അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LDCയുടെയും ഫുൾ റിലേറ്റഡ് ഫാക്ട്സ്, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് പാലക്കാട് ആലപ്പുഴ വരെയുള്ള ഫുൾ 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. LDCയുടെ ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി അടുത്തിടെ അധികാരമേറ്റത് ആര്? ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ ആണ് നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഈ ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്ത ഒരു പദ്ധതിയാണ് സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ധീരം എന്ന പദ്ധതി. ധീരം സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? ധീരം. 2024 ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായതാരാണ്? പ്രൊഫസർ എം തോമസ് മാത്യു. പ്രൊഫസർ എം തോമസ് മാത്യു ആണ് 2024 ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത്. മൂങ്ങ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവാണ് പ്രൊഫസർ PF മാത്യൂസ്. പ്രൊഫസർ PF മാത്യൂസ് ആണ് മൂങ്ങ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഹരി വിപണി നിയന്ത്രണ അതോറിറ്റിയായ സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച AI ചാറ്റ്ബോട്ടിന്റെ പേരാണ് സേവ എന്നത്. സേവ ഫുൾ ഫോം സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് എന്നതാണ്. സെബീസ് വെർച്വൽ അസിസ്റ്റന്റ്, സേവ എന്ന AI ചാറ്റ്ബോട്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. KC വേണുഗോപാൽ PACയുടെ പുതിയ അധ്യക്ഷനായ മലയാളിയാണ്. കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ പുതിയ കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ കടുവാ സങ്കേതം. ഇറാൻ അടുത്തിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്നും 9 കുറയ്ക്കുന്നതിന് ബില്ലിൽ ശുപാർശ ചെയ്ത രാജ്യമാണ്. നീലക്കുറിഞ്ഞി ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾക്കും ജീവികൾക്കുമുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി അടുത്തിടെ അധികാരമേറ്റത് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ ആണ്. ധീരം എന്ന പദ്ധതി സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ്. 2024 ബാലാമണിയമ്മ പുരസ്കാരം പ്രൊഫസർ എം തോമസ് മാത്യുവിനാണ് ലഭിച്ചത്. മൂങ്ങ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് പ്രൊഫസർ PF മാത്യൂസ്. സേവ എന്ന AI ചാറ്റ്ബോട്ട് എന്താ? ഓഹരി വിപണി നിയന്ത്രണ അതോറിറ്റിയായ സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച ചാറ്റ്ബോട്ടാണ്. സേവയുടെ ഫുൾ ഫോം സെബീസ് വെർച്വൽ അസിസ്റ്റന്റ്. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഏത്? K-സ്മാർട്ട് എന്നത്. K-സ്മാർട്ടിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് K-സ്മാർട്ടിന്റെ ഫുൾ ഫോം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരെന്താ? K-സ്മാർട്ട്. K-സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്താ? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കേരള സംസ്ഥാന മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം എന്നത്. അതിജീവനം. കറന്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് കേരള ആരാണ്? വി ഹരി നായരാണ്. വി ഹരി നായർ. അപ്പോൾ മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു വിശ്വാസ് മേത്ത. ആത്മകഥയുടെ പേര് അതിജീവനം.
പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 2024 പൂന്താനം സ്മാരക അവാർഡ് ലഭിച്ചതാർക്കാണ്? ശ്രീകുമാരൻ തമ്പി. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു പെൻഡുലം. 2024 ജൂൺ മാസം പ്രകാശനം ചെയ്ത ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഗോപിനാഥ് മുതുകാടാണ് ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഗോപിനാഥ് മുതുകാട്. രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. അപ്പൊ രക്തദാനത്തിനായി ആർത്തവ അവധി കൊടുത്ത ആദ്യത്തെ സർവകലാശാല കുസാറ്റാണ്. രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച ഫ്രാൻസിലെ നഗരമാണ് സ്ട്രാസ്ബുർഗ്. 2024 ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബുർഗ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം എവിടെയാണ് തുറന്നത്? ശ്രീനഗറിലാണ് തുറന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ പേരാണ് ഈ പൂന്തോട്ടത്തിന് നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം തുറന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ്. ഇന്ദിരാഗാന്ധിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ 2024 ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലൻഡാണ്. അപ്പോൾ 2024 ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ 1ാം സ്ഥാനം ഫിൻലൻഡ്. ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ബാങ്കാണ് ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ആരാണ്? പ്രഗ്യ മിശ്രയാണ് ചാൻസ് ഉള്ള ചോദ്യം. ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി. അപ്പോൾ ഇത്രയും ചോദ്യം ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് K-സ്മാർട്ട്. ഫുൾ ഫോം എന്താ? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കേരള സംസ്ഥാന മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേര് അതിജീവനം. 2024 പൂന്താനം സ്മാരക അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാട്. കേരള സർവകലാശാലയാണ് രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. 2024 ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബുർഗ് ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് തോട്ടം ശ്രീനഗർ. 2024 ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ 1ാം സ്ഥാനം ഫിൻലൻഡ്. ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി പ്രഗ്യ മിശ്ര. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.